PCOS ഉണ്ട്, ഒരുപാട് തവണ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇത് പ്രഗ്നൻസിക്ക് സഹായിക്കും. PCOS ഉള്ളവരുടെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് മെൻസസ് റെഗുലർ അല്ല എന്നുള്ളതാണ്. പീരീഡ്സ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഹാവ് ടു നോ യുവർ സൈക്കിൾ. ഇനി പീരീഡ്സ് വരുന്നവരാണെങ്കിൽ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഫോളിക്കുലർ സ്റ്റഡിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലർ സ്റ്റഡി നടത്തുക, ഓവുലേഷൻ ട്രാക്ക് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിബിൾ ആണ്. ഇനി രണ്ടാമതായിട്ട് PCOSൻ്റെ ഒരു മെയിൻ കാരണം എന്നുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് ഇത് കാരണം ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഷുഗർ സ്പൈക്സ് ഉണ്ടാകുന്ന ഭക്ഷണം പാടെ കുറക്കണം. അതായത് കാർബ്, മധുരം, ജങ്ക് ഫുഡ് ഇവയെല്ലാം പരമാവധി കുറക്കണം. ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പ്രോട്ടീനും ഫൈബറും ഉൾപ്പെടുത്തുക. രണ്ടാമതായിട്ട് രാത്രി ഒരു 10നും 10:30 ഇടയിൽ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്ലീപ്പ് ടൈം സെറ്റ് ചെയ്യുക. ഡെയിലി ഒരു അരമണിക്കൂർ നടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആഴ്ചയിൽ ഒരു 3 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുക. മെൻ്റലി റിലാക്സ് ആയിട്ടിരിക്കുക. ഇനി ഇതോടൊപ്പം കുറച്ച് ബേസിക് ടെസ്റ്റുകൾ ചെയ്യുക. അതായത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അയൺ എന്നിങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സും എടുക്കുക.